സർക്കാർ നിയമനങ്ങളിൽ സുതാര്യത പുലർത്താൻ രൂപീകരിച്ച കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് വിവരങ്ങൾ ഉയരുമ്പോൾ മാസ ശമ്പള ഇനത്തിൽ ചെയർമാനും അംഗങ്ങളും കൈപ്പറ്റുന്നത് 58.51 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചത്. ഇതേ കാലത്ത് നടന്ന അനവധി പരീക്ഷകളിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയാണ് പരാതികളും ഉയർന്നിട്ടുള്ളത്. അന്വേഷണത്തിനായി രൂപീകരിച്ച SITക്ക് മുന്നിൽ 90 പരാതികളാണ് നിലവിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ ഒരു പരാതിന്മേൽ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും പ്രതിമാസ ശമ്പളവും ആനുകൂല്യങ്ങളും ജീവനക്കാരുടെ എണ്ണവും കഴിഞ്ഞ 10 വർഷത്തെ നിയമന ശുപാർശകളുടെ വിശദാംശങ്ങളും സംബന്ധിച്ച കാര്യങ്ങളും വിവരാവകാശ പ്രകാരം പുറത്തു വന്നിട്ടുണ്ട്. PSC ചെയർമാന്റെ പ്രതിമാസ ശമ്പള ഇനത്തിൽ അടിസ്ഥാന ശമ്പളം 2,24,100 രൂപയായിട്ടാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. ചെയർമാൻ ക്ഷാമബദ്ധ ഇനത്തിൽ 1,34,460 രൂപയും വീട്ടുവാടക അലവൻസായി 10,000 രൂപയുമാണ് ചെയർമാന് ലഭിക്കുന്നത്. ആകെ പ്രതിമാസ ശമ്പളമായി 3,68,560 രൂപയാണ് ലഭിക്കുന്നത്. PSC അംഗത്തിന്റെ അടിസ്ഥാന ശമ്പളം 2,19,090 രൂപയാണ് ഒരു PSC അംഗത്തിന് ആയിട്ട് നിലവിൽ നിജപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷാമബദ്ധ ഇനത്തിൽ 1,31,454 രൂപയും വീട്ടുവാടക അലവൻസായി 10,000 രൂപയുമാണ് ലഭിക്കുന്നത്. കൂടാതെ വാഹന അലവൻസായി 5,000 രൂപയും ലഭിക്കും. ആകെ അംഗത്തിന് 3,65,544 രൂപയാണ് മാസം ലഭിക്കുക. ആകെ 15 അംഗങ്ങളാണ് PSCയിലുള്ളത്. ഇവർക്കായി 54,51,720 രൂപയാണ് മാസ ശമ്പള ഇനത്തിൽ ചെലവഴിക്കുന്നത്. ചെയർമാന്റെ ശമ്പളവും ചേർത്ത് ഒരു മാസം ശമ്പള ഇനത്തിൽ വേണ്ടിവരുന്നത് 58,51,720 രൂപയാണ്. വിവരാവകാശ പ്രകാരം ഇക്കാര്യങ്ങൾ PSCയിൽ നിന്ന് ലഭിച്ചെങ്കിലും ചെയർമാനും അംഗങ്ങളും ചാർജ് എടുത്ത തീയതി മുതൽ ഇതുവരെ കൈപ്പറ്റിയ മൊത്തം ശമ്പളവും പ്രത്യേകമായി സമാഹരിച്ച് സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ നൽകാൻ നിർവാഹമില്ലെന്നാണ് PSC പറയുന്നത്. നിലവിൽ അംഗങ്ങൾക്കും ചെയർമാനും ഭീമമായ ശമ്പളം നൽകിയിട്ടും പരീക്ഷകളിൽ സുതാര്യത പുലർത്താനാവാത്തത് ഖേദകരമാണെന്നും വീഴ്ചകൾ സർക്കാർ അന്വേഷിക്കണമെന്നും വിവരാവകാശ പ്രവർത്തകനായ മുഹമ്മദ് അഷ്റഫ് പറയുന്നുണ്ട്. ഡോക്ടർ MR ബൈജു ചെയർമാനായ കമ്മീഷനിൽ 16 അംഗങ്ങളാണുള്ളത്. ആകെ 18 ഓഫീസുകളാണ് PSCക്കുള്ളത്. തിരുവനന്തപുരം ഹെഡ് ഓഫീസ് ആക്കിക്കൊണ്ട് പുറമെ 3 മേഖലാ റീജിയനുകളായിട്ട് PSCക്കുണ്ട്. 14 ജില്ലാ ഓഫീസുകൾ എന്നിങ്ങനെയാണ് PSCക്കുള്ളത്. ഇവിടങ്ങളിലാകെ 1,873 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ 1,776 പേർ സ്ഥിരം ജീവനക്കാരും 96 പേർ താത്കാലിക ജീവനക്കാരുമായിട്ടാണ് ജോലി ചെയ്യുന്നത്. 10 വർഷത്തെ നിയമന ശുപാർശകൾ എടുത്തു നോക്കുമ്പോൾ 3,16,834 2016 മുതൽ 2026 ഏപ്രിൽ 30 വരെ PSC ആകെ നൽകിയത് 3,16,834 നിയമന ശുപാർശ കത്തുകളാണ് PSC ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്.